ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒരു ചെറിയൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരല്പം പുളി, വാളൻ പുളി എടുത്തിട്ടുണ്ട്. 5-6 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാത്തേ ഉള്ളൂ. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ കേട്ടോ. താങ്ക് യു. ഇതാണ് നമ്മുടെ ചമ്മന്തി കേട്ടോ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫുള്ള് വരുന്നത്. ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്, ഒരു ഒന്നര ചെറിയൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാൻ മറക്കണ്ട, ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ചോറ് കൊണ്ടുപോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം. മുട്ട പൊരിച്ചത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈര ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്ക് സാമ്പാറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് സാമ്പാറാണ് വെക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചത്. സാമ്പാറിൻ്റെ കൂടെ അച്ചാറുകളുണ്ട്, ഇഷ്ടം പോലെ എല്ലാ അച്ചാറും ഉണ്ട്. നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, മാങ്ങ പല സൈസിലുണ്ട്, അപ്പോൾ കടുമാങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ചമ്മന്തിയും സാമ്പാറും കൂടി കൂട്ടി കഴിക്കാൻ, പപ്പടം കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത് അരച്ചത്. സാമ്പാറാണ് വെക്കണേ. സാമ്പാർ വെച്ചിട്ടില്ല, വെക്കാൻ പോകണേ ഉള്ളൂ. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ഉള്ളി പരിപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഇതൊക്കെ ഉണ്ടോ, ചെറിയ ഉള്ളിയും പരിപ്പ് വെന്തിട്ടില്ല. ചോറ് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ കടലക്കറി ഉണ്ട്. കടലക്കറി നമുക്ക് പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പുട്ടാണ് ഇന്നത്തെ മെനു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഇന്ന് മഴയില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് മഴയൊന്നുമില്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ് തോന്നുന്നു. അപ്പോൾ ഇന്നൊരു പണിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പ് ക്ലീൻ ചെയ്യാൻ. പക്ഷെ കണ്ടില്ല. അയാൾ വേറെ എവിടെയോ പോയിന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ. അപ്പോൾ നാളെ ഇനി എന്നാ വരണേന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ കൂടുതൽ കടലക്കറി ഉണ്ടാക്കിയതായിരുന്നു, പുട്ടും കടലയും കൊടുക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ അയാൾ ഇന്നലെ വരാത്തതുകൊണ്ട് അത് എടുത്തു വെച്ചപ്പോൾ ഞങ്ങളിന്ന് പുട്ടും കടലയാക്കാമെന്ന് എഴുതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.